കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. അതിനിടെ ഗൗതം കൃഷ്ണയുടെ അമ്മയുമായി നടന്ന ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റി. ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അച്ഛനെയും ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി നടത്തിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത്. എന്നാൽ ചർച്ചയ്ക്കിടെ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്നീമ ബീഗം നടത്തിയ പരാമർശം വേദനിപ്പിച്ചുവെന്ന് രേഷ്മ പറഞ്ഞു. തുടർന്ന് ഈ പരാമർശം പരിശോധിച്ച് ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ടിന് പിന്നാലെയാണ് സ്ഥലം മാറ്റിയത്. തിരച്ചിൽ 9ാം ദിനവും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററും ബോട്ടും ഡ്രോണും ഉപയോഗിച്ച് പരിശോധന നടക്കുന്നു. അതേസമയം ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുകയാണെന്ന് ഗൗതമിന്റെ കുടുംബം പറയുന്നു. ഇത്രയും ദിവസമായിട്ടും വകുപ്പ് മന്ത്രി ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഒരു കുടുംബത്തിലെ 3 പേർ നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ബാക്കിയുള്ളവർക്ക് ആശ്വാസം പകരേണ്ടവരാണ് ഇന്ന് ഒഴിഞ്ഞു മാറുന്നത്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, കൊല്ലം.